السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് യുവത്വം എന്നുള്ളത്. യുവത്വം എന്തിനും ഏതിനും മുന്നോട്ട് ഗമിക്കുന്ന ഒരു സമയമാണ്. ഏത് തെറ്റുകൾ ചെയ്യാനും സ്വന്തം ശരീരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് യുവത്വകാലം എന്നുള്ളത്. അപ്പോൾ ഈ യുവത്വകാലത്ത് നന്മയിലായി, നല്ലവനായി, നല്ല ചിന്തയിലായി, നല്ല പ്രവർത്തനങ്ങളിലായി തൻ്റെ ആയുസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തി റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് ലഭിച്ച യുവാക്കളെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അർശിൻ്റെ തണൽ നൽകുമ്പോൾ, അർശിൻ്റെ നിഴൽ നൽകി അവരെ ആദരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാനമായും എണ്ണിയ ഒരു വിഭാഗം ആളുകളാണ് യുവാക്കൾ. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ യുവത്വകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരു യുവാവിന് അർശിൻ്റെ തണൽ നൽകപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം യുവത്വകാലത്ത് സ്വന്തം ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്ന്, സ്വന്തം ശരീരം ആഗ്രഹിക്കുന്ന ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒന്നാണ്. അതിന് അദ്ദേഹം തയ്യാറാകുകയും സ്വന്തം ശരീരം ഇച്ഛിക്കുന്ന ആ ഇച്ഛകളിൽ നിന്ന് പൂർണ്ണമായും ശരീരത്തെ മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലായി നല്ലത് ചിന്തിച്ച്, നല്ലത് പറഞ്ഞ്, നല്ലത് കേട്ട്, നല്ലവരുമായി സഹവസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുമെന്ന് വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി ലൈസത ലഹു സബ്വഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു യുവാവിനെ കൊണ്ട് അത്ഭുതപ്പെടുന്നു. എങ്ങനത്തെ യുവാവാണ്? ലൈസത ലഹു സബ്വഹ്, അദ്ദേഹത്തിൻ്റെ ആ യുവത്വകാലത്ത് അദ്ദേഹം തെറ്റുകളിലേക്കൊന്നും പോകുന്നില്ല, സ്വന്തം ശരീരം ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന തെറ്റായ കാര്യങ്ങളിലേക്ക് അദ്ദേഹം വഴുതി വീഴുന്നില്ല. മറിച്ച് അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി അള്ളാഹു നൽകിയ ആയുസ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. കൃത്യമായ നിസ്കാര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, നോമനുഷ്ഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, നല്ലവരുമായി കൂട്ടുകൂടുന്നു, നല്ലത് സംസാരിക്കുന്നു, നല്ലത് പ്രവർത്തിക്കുന്നു, നല്ലത് മാത്രം ചിന്തിക്കുന്നു. ഇതിൽ കവിഞ്ഞ് ഒരിക്കലും ഒരു തെറ്റിലേക്കും പോകാതെ സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. ഇതുകൊണ്ട് തന്നെ അള്ളാഹു തആല അദ്ദേഹത്തെ കൊണ്ട് അത്ഭുതപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അതിന് മാത്രം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, എന്നാൽ ശ്രദ്ധിച്ചാൽ വലിയ സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു കാലമാണ്, ഒരു കാലഘട്ടമാണ് യുവത്വം എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. അർഹമുർ-റഹീമായ റബ്ബ് നമ്മുടെയൊക്കെ യുവത്വം അവൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലായി ഉപയോഗപ്പെടുത്തി ആഖിബത്ത് നന്നായി പരിപൂർണ്ണ ഈമാനോടെ മരിക്കാനും യുവാക്കൾക്ക് അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ വാങ്ങിയെടുക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.